നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യതീംഖാനയിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പെൺകുട്ടികൾ പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ നടപടി തുടങ്ങി. വയനാട്ടിലെ പീഡനക്കേസുകളിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുമ്മനം രാജശേഖരൻ. യതീംഖാനയിൽ താമസിച്ചു പഠിച്ച കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത എന്നാരോപിച്ച് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ വൻ വർധന. 8 വർഷത്തിനിടെ 143% വർധനയെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. പുൽപ്പള്ളി പാളക്കൊല്ലിയിൽ 11 വയസ്സുകാരന് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചതായി DMO. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നത്തിൽ കൽപ്പറ്റ MLA വസ്തുതകൾ മറച്ചുവെക്കുന്നതായി സമരസഹായ സമിതി. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി നിർവഹണ ഏജൻസി. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് യതീംഖാനയിലെ 7 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പ്രതികളെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് 6 പ്രതികളെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞത്. ജുഡീഷ്യൽ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് നടപടി തുടങ്ങി. സുൽത്താൻ ബത്തേരി 2ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വൈത്തിരി സബ് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. കേസിൽ പിടിയിലായ 6 പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് കുട്ടികൾ തിരിച്ചറിഞ്ഞു. ബലാത്സംഗം നടന്നതായി പറയുന്ന ഹോട്ടലിന്റെ ഉടമ നാസർ അഹമ്മദ് കോയ, ഇയാളുടെ സുഹൃത്തുക്കളായ ജുലൈബ് മുസ്തഫ, ജുമൈദ് അബൂബക്കർ, അസ്ഹർ ഹംസ, മുസ്തഫ അബൂബക്കർ, മുഹമ്മദ് റാഫി എന്നിവരെ കുട്ടികൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന 7 പെൺകുട്ടികളെ 3 മാസക്കാലം ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. മാർച്ച് 8-നാണ് കേസിലെ 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം, ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 11 കേസുകളാണ് കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട്ടിലെ പീഡനക്കേസുകളെപ്പറ്റി മജിസ്റ്റീരിയൽ തല അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് BJP കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെയും പോലീസിനെയും വിശ്വസിക്കാനാവില്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണങ്ങൾക്ക് സമാനമായ അന്വേഷണമാണ് വേണ്ടത്. അനാഥാലയത്തിലെ പെൺകുട്ടികൾ കൂട്ടമാനഭംഗത്തിനിരയായത് നിസ്സാരവൽക്കരിക്കരുത്. 18 ദിവസം കഴിഞ്ഞാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുന്നത്. സംഭവത്തിന്റെ തുടക്കം മുതൽ പോലീസ് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. കേസ് നടപടികൾ ത്വരിതപ്പെടുത്തി കുറ്റവാളികളെ നിയമത്തിന് അതിന് കാട്ടുന്ന അലംഭാവം തീർച്ചയായിട്ടും കുറ്റകരമാണ്. ഈ കേസ് മാത്രമല്ല, പല കേരളത്തിൽ കൊല്ലപര്യന്തം നടന്നിരിക്കുന്ന ഒട്ടേറെ, പ്രത്യേകിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം നടന്നിരിക്കുന്ന ഒട്ടേറെ പീഡന കേസുകൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഇതെല്ലാം ഉൾക്കൊള്ളുകയാണ്. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. യതീംഖാനയിൽ താമസിച്ചു പഠിച്ചിരുന്ന കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുട്ടിയുടെ ഉമ്മ വയനാട് SP-ക്ക് പരാതി നൽകി. 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 13-കാരിയായ സജനയാണ് 2016 ജനുവരിയിൽ മരിച്ചത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൺകുട്ടികൾക്ക് പോലും കയറാൻ പറ്റാത്ത ഉയരത്തിൽ നിന്നാണ് സജന വീണു മരിച്ചത്. നിലത്ത് ചോരപ്പാടുകളും മറ്റും ഉണ്ടായിരുന്നില്ല എന്ന് സജനയുടെ ഉമ്മ പറഞ്ഞു. സജനയുടെ കൂടെ പഠിച്ചിരുന്ന പെൺകുട്ടികളാണ് ഇപ്പോൾ പീഡനത്തിന് ഇരയായതെന്ന് സംശയം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും സജനയുടെ ഉമ്മ ജമീല വയനാട് ന്യൂസിനോട് പറഞ്ഞു. കുട്ടിയുടെ കൈകൾ അകന്ന നിലയിലായിരുന്നെന്നും ഇത് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ യതീംഖാനയുടെ ആളുകൾ അനുവദിച്ചില്ലെന്നുമാണ് സജനയുടെ മാതാവ് വാഗേരി ഈങ്ങാട്ടിൽ ജമീല പറയുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 ഭാഗം ഷോർട്ടാക്കിയിട്ട് നമ്മൾ അവിടെ അതിൻ്റെ ഇതല്ലേ കണ്ടുപിടിക്കുന്നത്, ഏത് ഭാഗം തട്ടി, അങ്ങനെ ഇതല്ലേ നോക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു മരിച്ചു എന്നുള്ള രേഖ തെളിവാണ് കുട്ടി വീണ സ്ഥലത്തുള്ള രക്തക്കറ എന്നുള്ളത്. അതൊക്കെ ഇപ്പോൾ ഉമ്മ എന്ന നിലയ്ക്ക് എന്നെ കാട്ടിയിട്ട് വേണമല്ലോ കഴുകി കളയാനേ. അപ്പോൾ അതൊക്കെ വേഗം തേച്ച് മായ്ച്ച് കളഞ്ഞു. അതിൻ്റെ പാട് പോലും അവിടെ അവശേഷിക്കുന്നില്ല. കേസ് വീണ്ടും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജമീല പോലീസിനും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത്. ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ടും
ഹോസ്റ്റലിലേക്ക് പോകാൻ താല്പര്യമില്ലാതിരുന്ന സജനയെ നിർബന്ധിച്ചാണ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ജമീലയ്ക്ക് സ്വന്തമായി വീടില്ല. സജനയുടെ ഇളയത് 10 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്ന ജമീലയുടെ ആശ്രയം ഒരു പെട്ടിക്കട മാത്രമാണ്. പിന്നെ പീഡനത്തിന് ഇരയായ കുട്ടികൾ എൻ്റെ കുട്ടിയുടെ സഹപാഠികളാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ തെളിവ്. കഴിഞ്ഞ വർഷം ആ കുട്ടി 8ാം ക്ലാസ്സിലായിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടികൾ 8ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ 80ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് അതിൽ പറ്റിയത്. അപ്പോൾ എൻ്റെ കുട്ടികളോട് കൂടെയുള്ള സഹപാഠിയായ കുട്ടികൾക്കാണ്. അതുകൊണ്ട് ഇതുപോലെ ഇനിയൊരു കുട്ടിക്ക് അനുഭവം വരരുതെന്നും ഇതുപോലെ ഒരു കുട്ടീൻ്റെ ഉമ്മ അതുപോലെ നീറ് പോയിരുതെന്നൊക്കെയുള്ള ഒരിതുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിൽ വൻ വർധന. 8 വർഷത്തിനിടെ അതിക്രമങ്ങൾ 143% വർദ്ധിച്ചതായി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. സ്വന്തം വീടുകളിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അനുദിനം വർദ്ധിക്കുകയാണ്. വീടുകളിലെ നിരവധി ലൈംഗികാതിക്രമങ്ങൾ ഒത്തുതീർപ്പിലൂടെ മൂടിവെക്കപ്പെടുന്നതുമുണ്ട്. ബന്ധുക്കളുടെയും അടുപ്പക്കാരുടെയും ആക്രമണത്തിനിരയാകുന്ന കുട്ടികൾ ഭീഷണിയിലൂടെയും സമ്മർദ്ദതന്ത്രങ്ങളിലൂടെയും നിശബ്ദരാക്കപ്പെടുന്നു. പുറത്തറിയാത്ത കേസുകൾ കൂടി ഉൾപ്പെട്ടാൽ കണക്കിൽ ഭയാനകമായ വർധനവുണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പെൺകുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ ദിനംപ്രതി കൂടുകയാണ്. 2016 ഒക്ടോബർ വരെ പോക്സോ ആക്ട് പ്രകാരം 1718 ലൈംഗികാതിക്രമ കേസുകൾ എടുത്തിട്ടുണ്ട്. ജില്ലയിൽ ഈ വർഷം 30ഓളം പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 11 പോക്സോ കേസുകൾ. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി പാളക്കൊല്ലിപ്പണിയ കോളനിയിലെ 11-കാരന് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചതായി ഡിഎംഒ ഡോക്ടർ ആർ വിവേക് കുമാർ വയനാട് ന്യൂസിനോട് പറഞ്ഞു. രോഗം വ്യാപിക്കാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. രോഗസാധ്യതയുള്ളവരും ലക്ഷണമുള്ളവരും മുൻകരുതൽ കുത്തിവയ്പ് നടത്തണമെന്ന് ഡിഎംഒ നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതായും ആശങ്കാജനകമായി ഒന്നുമില്ലെന്നും ഡിഎംഒ പറഞ്ഞു. താലൂക്ക് ട്രൈബൽ മെഡിക്കൽ ടീം കോളനിയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ചികിത്സയ്ക്കെത്തിയ ബാലന് ഡിഫ്തീരിയയാണെന്ന സംശയത്തെ തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്കും വിദഗ്ധ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. രോഗത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് പ്രദേശത്ത് മുൻകരുതലുകൾ ശക്തമാക്കി. വീടുകൾ കയറിയിറങ്ങി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും നടത്തിവരുന്നു. തൊണ്ടയിൽ തോൽ വന്ന് അടയുന്ന രോഗമാണിത്. രോഗിക്ക് ശ്വാസമെടുക്കാൻ കഴിയാതെ വരും. ചുമ, പനി എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഡിഫ്തീരിയയ്ക്ക് വളരെ കാലം മുൻപ് മുതൽ പ്രതിരോധ കുത്തിവയ്പ് നടത്താറുണ്ട്. ചുമയ്ക്കുമ്പോഴും ഉമിനീരിലൂടെയും രോഗം മറ്റുള്ളവരിലേക്ക് പടരും. രോഗലക്ഷണമുള്ളവർ ഉടൻ ചികിത്സ തേടണം. പരിസരങ്ങളിലുള്ളവരും ജാഗ്രത പുലർത്തണം. മലപ്പുറം ജില്ലയിൽ ഡിഫ്തീരിയ പടർന്നത് വലിയ വാർത്തയായിരുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെന്മേനി ഗ്രാമപഞ്ചായത്തും ചുള്ളിയോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ചുള്ളിയോട് വ്യാപാര ഭവനിൽ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാർക്കും ജോലിക്കാർക്കും ഏകദിന ശില്പശാല നടത്തി. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR കറപ്പൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെന്മേനി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആദിവാസി കോളനികളിൽ ട്രൈബൽ മെഡിഫെസ്റ്റ് നടത്തി. അമ്പലക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR കറപ്പൻ ഉദ്ഘാടനം ചെയ്തു. സാബു കുഴിമാളം അധ്യക്ഷനായിരുന്നു. ചിരാൽ മുരിക്കലാടി കോളനിയിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരള ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മീനങ്ങാടി CHC ഹെൽത്ത് സൂപ്പർവൈസർ പൗലോസ്, NRHM ബ്ലോക്ക് കോർഡിനേറ്റർ ജഗദീഷ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷയരോഗ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ഹാക്സൺ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി നിർവഹിച്ചു. ഒരുമിക്കാം, ക്ഷയരോഗം തുടച്ചു നീക്കാമെന്ന സന്ദേശമുയർത്തി ലോക ക്ഷയരോഗ ദിനാചരണ പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ K സന്തോഷ് ക്ഷയരോഗ ദിനാചരണ സന്ദേശം നൽകി. കടവത്ത് മുഹമ്മദ്, അഡ്വക്കേറ്റ് റഷീദ് പടയൻ, T ശശികുമാർ എന്നിവർ സംസാരിച്ചു. RNDCPയുടെ നേതൃത്വത്തിൽ വളരെ വർഷങ്ങളായി നമ്മൾ ഡോട്ട് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഗണ്യമായ രീതിയിൽ TB രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് വയനാട് ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. പൊതുനിരത്തുകളിൽ യാതൊരു സങ്കോചവുമില്ലാതെയാണ് നമ്മൾ കർക്കിച്ച് ചുമച്ചൊക്കെ തുപ്പുന്നത്. ഒരു രോഗി, ക്ഷയരോഗബാധിതനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിലൂടെ ഉമിനീരിലൂടെ ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് രോഗാണുക്കൾ വായുവിൽ, അന്തരീക്ഷത്തിൽ പടരുകയാണ്. ട്രൈബൽ ഹെൽത്ത് പ്രൊമോട്ടർമാരെ പിരിച്ചുവിടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള ട്രൈബൽ പ്രൊമോട്ടർ ആൻഡ് ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കൽപ്പറ്റയിൽ ആവശ്യപ്പെട്ടു. ജില്ലയിൽ 352 ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. കഴിഞ്ഞ ഗവൺമെന്റ് കാലാവധി 3 വർഷമാക്കി നീട്ടിയിരുന്നു. ഈ ഗവൺമെന്റ് നീട്ടിയ കാലാവധി റദ്ദു ചെയ്യുകയായിരുന്നു. പ്രൊമോട്ടർമാരുടെ നിയമന കാലാവധി 2017 ഒക്ടോബറിൽ അവസാനിക്കും.
ഒക്ടോബറിന് ശേഷം പ്രൊമോട്ടർമാർ തൊഴിൽ രഹിതരാകുമെന്ന സ്ഥിതിയാണ്. നിലവിലെ പ്രൊമോട്ടർമാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ KR ബാലൻ, PC മോഹനൻ, PB ബാലൻ എന്നിവർ ആവശ്യപ്പെട്ടു. നീട്ടിയ കാലാവധി റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ പിൻവലിക്കണം. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് സംഘടന മുന്നറിയിപ്പ് നൽകി. വീണ്ടും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ നഷ്ടത്തിലാക്കിക്കൊണ്ട്, കാരണം നിരവധി ആദിവാസികളെ, ഈ കേരളത്തിലെ ആദിവാസികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഫണ്ടുകൾ ചെലവഴിക്കുന്നുണ്ട്. അതിനെ ആദിവാസികളെ ഉത്തേജിക്കുന്നതിന് വേണ്ടിയാണ് ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ഗവൺമെൻറ് നിലവിൽ കൊണ്ടുവന്നത്. അവരെ കരാറടിസ്ഥാനത്തിൽ തന്നെ വെക്കുകയും വീണ്ടും അവരെ പിരിച്ചുവിടുമ്പോൾ ഗവൺമെൻറ്റിന് ഭീമമായ ഒരു നഷ്ടം ഈ മേഖലയിൽ ഫണ്ടുകൾ ചെലവാക്കുന്ന നഷ്ടം വരുന്നുണ്ട്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ പറയാനുള്ളത്. കാരണം ഇപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുള്ളിൽപ്പെട്ടാണ് ആദിവാസികൾ. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം. MLA വസ്തുതകൾ മറച്ചുവെക്കുന്നതായി സമരസഹായ സമിതി. ഈ ഭൂമി പ്രശ്നത്തിൽ LDF നേതാക്കൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നതെന്നും സമരസഹായ സമിതി നേതാക്കൾ ആരോപിച്ചു. കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട MLA തന്നെ മുൻകൈയെടുത്ത് നിയമിച്ച സബ് കളക്ടർ റിപ്പോർട്ട് ആധികാരികമായിരിക്കെയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത്. 2009 വിജിലൻസ് റിപ്പോർട്ടും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ യോഗത്തിലെ തീരുമാനപ്രകാരം വയനാട് സബ് കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടും ആധികാരികമാണെന്നിരിക്കെ വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് പ്രസ്തുത വിഷയത്തിൽ നിന്നുള്ള MLA അടക്കമുള്ള LDF നേതാക്കളുടെ ഒത്തുകളിയാണ് വ്യക്തമാക്കുന്നത്. ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും അതിക്രൂരമായ നടപടിയാണ് ഉണ്ടായതെന്ന 2009 വിജിലൻസ് റിപ്പോർട്ടിൽ ഇത് പരാമർശിക്കുന്നുമുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് നികുതി സ്വീകരിച്ചതിന് ശേഷം 2008 കുടുംബത്തെ പ്രസ്തുത ഭൂമിയിൽ നിന്നും ഇറക്കിവിടുന്നത്. അന്നത്തെ സംഭവത്തിൽ കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും അതേ തുടർന്ന് കിടപ്പിലായ അവർ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് 2012 കേസ് പരാജയപ്പെടുന്നതുവരെ കേസിൽ സ്റ്റേ വാങ്ങാൻ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച അഭിഭാഷകൻ തയ്യാറാവാത്തത് സംശയമുയർത്തുന്നു. ഒരു നോട്ടിഫിക്കേഷൻ പോലുമില്ലാത്ത ജോർജിന്റെ കുടുംബത്തെ കുടിയിറക്കിയതിന് പിന്നിലും വിവാദങ്ങളുണ്ടായിരുന്നു. 2012 വണ്ണറത്തിന് അനുകൂലമായി വിധി വന്നു. 2008 കുടിയിറക്കപ്പെട്ട സംഭവത്തിൽ 2012 വരെ കേസ് വൈകിപ്പിച്ച LDF നേതാക്കളടക്കമുള്ളവർ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നെന്നും സമരസഹായ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഫോറസ്റ്റ് മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ, വയനാട് ജില്ലയിലെ MLA-മാർ എന്ന് വെച്ചാൽ 3 MLA-മാർ വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ 15-ാം തീയതി ചർച്ച നടക്കുമെന്ന് പറഞ്ഞു. ആ ചർച്ച 15-ാം തീയതി നടന്ന ശേഷം തീരുമാനം അറിയിക്കാം എന്നതാണ് നടന്നത്. എന്നാൽ ഞങ്ങളന്ന് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങളെ ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. ഞങ്ങളെ പങ്കെടുപ്പിച്ചത് മാത്രമല്ല, കാഞ്ഞിരത്തിനാൽ ജെയിംസിനെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. ഇതിപ്പോ സമരം ചെയ്യുന്ന ആ കുടുംബത്തിന്റെ പ്രതിനിധികൾക്ക് അദ്ദേഹം സമരത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല ചർച്ചയിൽ. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നിന്നുള്ള MLA-മാരോ മുഖ്യമന്ത്രിമാരോ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മാത്രമാണ് ഞങ്ങളന്ന് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് നീതി ലഭിക്കും വരെയും സമരത്തിനോടൊപ്പം നിൽക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. തോട്ടം തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 27 ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അരപ്പറ്റ ഹാരിസൺ ഗ്രൂപ്പ് ഓഫീസിന് മുന്നിൽ കൂട്ടസത്യഗ്രഹം നടത്തുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. PPA കരീം, STU, PK അനിൽകുമാർ, INTUC, N വേണുഗോപാൽ, PLC, PK മുരളീധരൻ, BMS, ND ദേവസ്യ, HMS തുടങ്ങിയവർ കൂട്ടസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വയനാട് ന്യൂസിനോട് പറഞ്ഞു. 16 വർഷത്തെ ബോണസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടക്കുകയും ആ സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികളുടെ 3 ദിവസത്തെ കൂലി ഇന്നും കമ്പനി നൽകാത്ത സാഹചര്യമാണുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 27 നടക്കുന്ന സത്യാഗ്രഹം നടക്കുന്നത്. കഴിഞ്ഞ ബോണസ് സമരകാലഘട്ടത്തിലുണ്ടായ കൂലി നൽകാമെന്ന് പറയുകയും പിന്നീട് കൊടുക്കാത്ത ഒരു സാഹചര്യം കമ്പനി നയമായി മുന്നോട്ട് പോവുകയാണ്. അതും അടിയന്തരമായി കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി, ഡിമാൻഡ് കൂടി ഈ പരിപാടിയിലുണ്ട്. നെന്മേനി പഞ്ചായത്ത് 1-ാം വാർഡ് അമ്പുകുത്തി 4 സെന്റ് കോളനിയിലെ വലിയ വീട്ടിൽ അറുമുഖനും കുടുംബവും 4 വർഷമായി ഒരു വീടിനായുള്ള കാത്തിരിപ്പിലാണ്. പഞ്ചായത്ത് അധികൃതരുടെ വാക്കുകേട്ട് ഉള്ള കുടിലും പൊളിച്ചു കളഞ്ഞ് അറുമുഖനിപ്പോൾ താമസം ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി കുടിലാണ്. 4 വർഷം മുമ്പ് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണതോടെയായിരുന്നു അറുമുഖന്റെ കഷ്ടകാലത്തിന്റെ തുടക്കം. ചുമരിടിഞ്ഞ് അപകടനിലയിലായ വീട് പൊളിച്ചു കളഞ്ഞ് ഷെഡിലേക്ക് താമസം മാറ്റാൻ നിർദ്ദേശിച്ചത് പഞ്ചായത്ത് അധികൃതരാണ്. പഞ്ചായത്ത് വക പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ ചുമരിടിഞ്ഞ പഴയ വീട് പൊളിച്ചു മാറ്റി അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഷെഡ് കെട്ടി അറുമുഖൻ താമസം തുടങ്ങി. ചുമരിന് പകരം വലിച്ചു കെട്ടിയ ഷീറ്റ് പഴകിപ്പൊളിഞ്ഞ് കീറിപ്പറഞ്ഞു. അതൊന്നും മാറ്റി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അറുമുഖനില്ല. കൂലിപ്പണിക്ക് പോയാൽ 2-3 ദിവസം കഴിയുമ്പോഴാണ് ഭർത്താവ് തിരികെ എത്തുക എന്ന് അറുമുഖൻ്റെ ഭാര്യ വനജ പറഞ്ഞു.
6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും 4ൽ പഠിക്കുന്ന മകനുമായി ഈ ഒറ്റമുറി ഷെഡിൽ ജീവഭയത്തോടെയാണ് രാത്രികൾ കഴിച്ചുകൂട്ടുന്നതെന്ന് വനജ പറഞ്ഞു. ഈ വീട്ടിലാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ പാമ്പും ഇതൊക്കെയാണ്, മൊത്തം ചോർച്ചയാണ്. കാറ്റടിച്ചാൽ പോലും ഈ വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കും ഇതൊക്കെ കീറിയിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ പന്നീൻ്റെ ശല്യം ഒരുപാട് ഇതാണ്. രാത്രി ഞങ്ങൾ അധിക ദിവസങ്ങളും ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കൽ. ഈ 2 മക്കളെയും വെച്ചിട്ട് പാമ്പ് കയറിയിട്ടാണെങ്കിൽ വീടിൻ്റെ അകത്ത് കയറാൻ തന്നെ പേടിയാണ്. സമീപത്തെ തോട്ടങ്ങളിൽ നിന്ന് പാമ്പുകളടക്കം ഇഴജന്തുക്കളും മറ്റും കട്ടിലിൽ നുഴഞ്ഞു കയറുന്നത് പതിവാണ്. അടച്ചുറപ്പില്ലാത്ത കുടിലിൽ എത്ര നാൾ തുടരണമെന്ന് ഈ കുടുംബത്തിനറിയില്ല. 1-ാം വാർഡിലെ മുൻ മെമ്പറേയും ഇപ്പോഴത്തെ മെമ്പറേയും പഞ്ചായത്തിൽ നേരിട്ടും അറുമുഖനും കുടുംബവും വീടിനായി പലതവണ ബന്ധപ്പെട്ടു. നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. പഴയ മെമ്പറും പുതിയ മെമ്പറും എല്ലാം പോയി കണ്ടു. ഇതുവരെ ഒരു വീടോ ഒന്നും പാസ്സാക്കി തന്നിട്ടില്ല. കുറച്ച് കഴിയട്ടെ ബോർഡ് മീറ്റിംഗ് കൂടട്ടെ, തീരുമാനിക്കാമെന്ന് പറയുന്നില്ലാതെ. വിഷയത്തിൽ ഒരു പ്രതികരണവുമില്ലാത്ത ഉത്തരവാദിത്തപ്പെട്ടവരുടെ സമീപനം കഠിനമായ മാനസിക പ്രശ്നമായിട്ടുണ്ട് ഈ കുടുംബത്തിന്. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവേൽ. പൂതാടി പഞ്ചായത്ത് 12-ാം വാർഡിലെ 5ഓളം ആദിവാസി കോളനികൾ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നു. ഈ ആദിവാസി കോളനികൾക്കെല്ലാം ദാഹമകറ്റാൻ ഒരേ ഒരു കിണർ. ഈ കിണറിൽ ആകെയുള്ളത് ഒരു റിങ് വെള്ളം മാത്രം. പൂതാടി പഞ്ചായത്തിലെ വാകേരി, മന്നത്ത്, കറുത്തൻകാല, മഞ്ഞക്കണ്ടി, പ്ലാക്കൂട്ടം എന്നീ കുറുമ കോളനിയിലെ ആദിവാസികളടക്കമുള്ള കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം അനുഭവിക്കുന്നത്. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പ്രകാരം 2008-ൽ നിർമ്മിച്ച കിണറ്റിൽ മാത്രമാണ് ഇപ്പോൾ അല്പം വെള്ളമുള്ളത്. ഈ വെള്ളം 5 കോളനികൾക്ക് കുടിവെള്ളാവശ്യത്തിന് പോലും തികയുന്നില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരോട് തങ്ങളുടെ ദുരവസ്ഥ പലവട്ടം പറഞ്ഞെങ്കിലും പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ ദൈവപ്പര കിടക്കുന്ന ഇങ്ങനെ അതിന് ക്ഷാമം തന്നെ, അതിന് എഴുതി കൊടുത്തിട്ട് അതും പാസ്സായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീട്. റോഡാണെങ്കിൽ റോഡ് ശരിയില്ല. തരാന്ന് പറയൂ അവർ ഗവൺമെൻറ്, പിന്നെയും അതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വീട്ടിലെത്തുമോ? അതിന് നേതാക്കന്മാർ ഇറങ്ങി അതുപോലെ പ്രവർത്തിച്ചെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും ഞങ്ങൾ വിചാരിക്കാം. എല്ലാ കിണറുകളും വറ്റി ശേഷിച്ച ഒരു കിണറിൽ നിന്നും 5 കോളനികളിലെ ജലാവശ്യം നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ തങ്ങൾക്ക് ടാങ്കറിൽ വെള്ളമെത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. AP ഷാജി, വയനാട് ന്യൂസ്, വാകേരി. തുടർച്ചയായി 11 ദിവസം വേനൽ മഴ ലഭിച്ചിട്ടും കാട്ടുതീയുടെ പേരിൽ അടച്ചിട്ട സൂചിപ്പാറ, ചെമ്പറമുടി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാത്തത് ജീവനക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ദുരിതമായി. സുരക്ഷാ കാര്യങ്ങളിൽ മികച്ച ആസൂത്രണം നടത്തി സഞ്ചാരികളെ പ്രവേശിക്കുന്നതിന് അനുവദിക്കുന്നതിന് പകരം ഉത്തരവാദപ്പെട്ടവർ വനം വകുപ്പിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതായി ആരോപണം. വേനൽക്കാലത്തെ കാട്ടുതീ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഫെബ്രുവരി 20-നാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടവും ചെമ്പ്ര ട്രക്കിങ്ങും സന്ദർശകർക്ക് വിലക്കിയത്. വനംവകുപ്പ് നിയന്ത്രണത്തിലുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 2 കാറ്റഗറികളിലായി 42 ദിവസവേതനക്കാരായ ജോലിക്കാരുണ്ട്. കേന്ദ്രങ്ങൾ അടച്ചിട്ടതോടെ ഇവർക്ക് ജോലിയും വരുമാനവും ഇല്ലാതായി. പ്രദേശവാസികളായ ആളുകളുടെ ഉടമസ്ഥതയിൽ സൂചിപ്പാറയിലും പരിസരങ്ങളിലുമായി 40ഓളം ചെറുകിട കടകളും കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. ഇവയും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മേപ്പാടിയിൽ നിന്ന് സൂചിപ്പാറയിലേക്ക് തദ്ദേശീയരായ വിനോദസഞ്ചാരികളെ കയറ്റി സർവീസ് നടത്തിയിരുന്ന 100ഓളം ടാക്സികളും ഓട്ടോറിക്ഷകളും തൊഴിലില്ലാതെ സ്തംഭനത്തിലായി. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി ആളുകൾ ഇവ അടച്ചിട്ടതോടെ പ്രയാസത്തിലാണ്. ഇത്തവണ കാട്ടുതീയിൽ ചെമ്പ്ര മലമുടിയിൽ വൃക്ഷങ്ങളും പുൽത്തകടികളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടാൻ മികച്ച സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് പകരം സഞ്ചാരികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ടൂറിസം രംഗത്തെ സംഘടനകളും സ്ഥാപനങ്ങളും പറയുന്നത്. തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന മനോഭാവത്തിൽ നിന്ന് അധികൃതർ മാറി നിൽക്കുക, അങ്ങനെ അനവധി ഒരു കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ബഹുജന മാർച്ചും കൂടെ EDF ഓഫീസിലേക്ക് സംഘടിപ്പിക്കേണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് കണ്ണ് തുറന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഈ മേഖലയിലെ ജീവനക്കാരെന്ന നിലയിലും ഈ പ്രദേശവാസി എന്ന നിലയിലും എനിക്ക്. വേനൽ കടുത്തപ്പോൾ സൂചിപ്പാറയിലും വെള്ളം കുറഞ്ഞിരുന്നെങ്കിലും വേനൽ മഴ കിട്ടിയതോടെ വെള്ളച്ചാട്ടം ഒട്ടൊക്കെ ഊർജ്ജസ്വലമായിട്ടുണ്ട്. വയനാട് ന്യൂസ്, മേപ്പാടി. നെന്മേനി പഞ്ചായത്തിലെ പാതയോരങ്ങളിൽ ചാക്കുകളിൽ പലയിടങ്ങളിലായി നിക്ഷേപിച്ചിരുന്ന പ്ലാസ്റ്റിക്, കുപ്പി മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്തും ശുചിത്വ മിഷനും ഇരുട്ടിൽ തപ്പുമ്പോൾ സഹായവുമായി ഗുണ്ടൽപേട്ടയിൽ നിന്നും വ്യാപാരികൾ എത്തിയത് ആശ്വാസമായി. നെന്മേനി പഞ്ചായത്ത് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് വീടുകളിലെ പ്ലാസ്റ്റിക്, കുപ്പി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പദ്ധതിയിട്ടത്. ചില പ്രദേശങ്ങളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്തെങ്കിലും പദ്ധതി തുടക്കത്തിലേ പാളി. തുടർന്ന് മാസങ്ങളോളം പാതയോരങ്ങളിൽ ഇവ കുന്നുകൂടി കിടന്നു. ഇപ്പോൾ ചാക്കുകൾ പൊടിഞ്ഞ് കുപ്പി, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുകയാണ്. നാടിന് തന്നെ നാണക്കേടായി പാതയോരങ്ങളിൽ നിക്ഷേപിച്ച മാലിന്യങ്ങളിൽ
തമിഴ്നാട്ടിലെ വ്യാപാരികൾ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുപോയെങ്കിലും മറ്റു മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഗുണ്ടിൽപേട്ടയിൽ നിന്നും വ്യാപാരികൾ മാലിന്യം നീക്കാൻ ഇവിടെ എത്തിയത്. പ്ലാസ്റ്റിക് കുപ്പികളും കുപ്പിച്ചില്ലും ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഗുജറാത്തിലെ കമ്പനികളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ಚಿಲ್ಲಿ ಇದು ವೇಸ್ಟೇಜ್ ಎಲ್ಲ ಕೊಂಡು ಹೋಗೋಣ ಸರ್. ಇದು ಕರ್ನಾಟಕ ಕೊಂಡು ಹೋಗುವ ಇವ್ರು ಯಾರು ಎಡ್ಕುಲ್ಲ ಸರ್. ಅದ ಚರ್ಪಣ್ಣು ಎಡ್ಕುಲ್ಲ. ಆ ಚಿಲ್ಲು ಕುಪ್ಪಿ ಪ್ಲಾಸ್ಟಿಕ್ ಚಿಲ್ಲು ಮೊತ್ತ ಇದೆಲ್ಲ ಕೊಂಡು ಹೋಗು ಸರ್. ಅದ ഇത് പുസ്തക ചെക്ക് പോസ്റ്റിൽ കുറച്ച് വിടില്ല സാറേ, കുറച്ച് പറയണം ഫോനാക്കി. അതാ ചെക്ക് പോസ്റ്റിൽ അത് കൊണ്ടുവന്ന് എപ്പോൾ കൊണ്ടുവന്നാലോ നിർത്തി വണ്ടി കൊണ്ടുപോകണോ. അത് സാർമാർ വിട്ടാലോ അത് ചെക്ക് പോസ്റ്റിൽ ഗേറ്റ് എടുക്കുന്ന ആൾ വിടില്ല. അത് കുറച്ച് ഫോനാക്കി സഹായിക്കുക സാർ. എ പി ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കൃഷി, ക്ഷീരവികസനം, മൃഗപരിപാലനം, സേവനം, വ്യവസായം എന്നീ മേഖലകളിൽ പദ്ധതി നിർവഹണ ഏജൻസിയായി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയെ ഗവൺമെന്റ് അംഗീകരിച്ചു. കിലയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സൊസൈറ്റി വൈസ് ചെയർമാൻ, നിർവാഹക സമിതി അംഗങ്ങളായ പി കെ സുരേഷ്, പി എസ് ബാബുരാജ് എന്നിവർ അറിയിച്ചു. നിലവിൽ ഈ നടത്തുന്ന വഴി ഫാം പ്ലാനിംഗ് പോലെയുള്ള ബ്രഹ്മഗിരി ഇപ്പോൾ പുതുതായിട്ട് ഒരു ബ്രഹ്മഗിരി ഔട്ട്ലെറ്റുകളെയൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റുകളാക്കി ഉയർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പ്രോജക്റ്റുകൾ വഴി പഞ്ചായത്തുകൾ നടപ്പാക്കുന്ന പ്രോജക്റ്റുകൾ വഴി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബ്രഹ്മഗിരിക്ക് ഏറ്റെടുത്ത് മാർക്കറ്റ്. സാധാരണ കാർഷിക മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റില്ലാത്തതാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ജില്ലയിലെ ആദ്യത്തെ മൈക്രോ ഓഫീസ് പുൽപ്പള്ളിയിൽ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ്, വൈസ് പ്രസിഡന്റ് KJ പോൾ, TK ഹരിദാസൻ, ഡോക്ടർ ബൈജു, KG രവി, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടിയിൽ ലഹരി വിരുദ്ധ ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ക്ഷീരസംഘം ഹാളിൽ ശില്പശാല OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് അധ്യക്ഷനായിരുന്നു. കൌൺസിലർ അഡ്വക്കേറ്റ് റഷീദ് പടയൻ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ K സജി, TDO സന്തോഷ് കുമാർ, ജനമൈത്രി CI അഗസ്റ്റിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന പല കാര്യങ്ങൾക്കും അങ്ങനെയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നതാണ് ശരിയെന്ന് നമുക്ക് പലപ്പോഴും പല കാര്യത്തിലും നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ യാഥാർത്ഥ്യ ബോധങ്ങൾ. വടക്കൻ ജില്ലക്കാർക്ക് വ്യോമസേന റിക്രൂട്ട്മെന്റ് റാലി മെയ് 24 മുതൽ 31 വരെ കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. വയനാട്ടുകാർ മെയ് 5, 6 തീയതികളിൽ സ്കൂളിൽ പ്രീ രജിസ്ട്രേഷൻ നടത്തണം. +2 മൊത്തമായും ഇംഗ്ലീഷിലും 50% മാർക്കാണ് യോഗ്യത. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പ്രീ രജിസ്ട്രേഷൻ. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ കൊച്ചി എയർമാൻ സെലക്ഷൻ സെന്റർ 14 കമാൻഡിംഗ് ഓഫീസർ വിംഗ് കമാൻഡർ C വിനു വർഗീസ്, ഗോപകുമാർ, KP അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിസ്ട്രിക്ട്സ് മലപ്പുറം, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ആൻഡ് മാഹി. അതായത് എൻറ്റയർ നോർത്ത് മലബാർ റീജിയൻ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ഇവിടത്തേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൺസിഡറിങ് ദ സ്പേസ്, കൺസിഡറിങ് ദ പ്ലേസ് വെയർ വി കൻ ഡു ദ റാലി. അതിനുവേണ്ടി നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടണം. ഹൗ മെനി കാൻഡിഡേറ്റ്സ് ആർ ഗോയിങ് ടു കം ഫോർ ദ റാലി. അതിനുവേണ്ടി നമ്മൾ വെച്ചേക്കുന്ന ഒരു പ്രീ രജിസ്ട്രേഷൻ ഡ്രൈവ് വെച്ചിട്ടുണ്ട്. ഈ പ്രീ രജിസ്ട്രേഷൻ വെച്ചേക്കുന്ന ഡേറ്റ്സ് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് തന്നേക്കുന്ന പാംഫ്ലെറ്റിലുണ്ട്. 24-ാം തീയതി, 25-ാം തീയതി, 26-ാം തീയതി ഈ 3 ദിവസങ്ങളിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ എയർമാൻ സെലക്ഷൻ സെന്ററിൽ തന്നെ ആദ്യത്തെ ദിവസം, അതായത് 24-ാം തീയതി കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി, 25-ാം തീയതി മലപ്പുറം കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി, 26-ാം തീയതി കോഴിക്കോട് മാഹി ഡിസ്ട്രിക്റ്റിന് വേണ്ടിയാണ് നമ്മൾ പ്രീ രജിസ്ട്രേഷൻ വെച്ചേക്കുന്നത്. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന വാർഷിക കൺവെൻഷൻ സ്വാഗത സംഘം രൂപീകരിച്ചു. മെയ് 1 കൽപ്പറ്റയിലാണ് സംസ്ഥാന കൺവെൻഷൻ. കൽപ്പറ്റ വ്യാപാര ഭവനിൽ രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി UN തമ്പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KE ബഷീർ അധ്യക്ഷനായിരുന്നു. 48 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ സ്വതന്ത്രമായി കേരളീയ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളിൽ വെച്ച് ഏറ്റവും നന്നായി ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അതീതമായി തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല വർഗ സംഘടനകളിൽ ഒന്നാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഇത്തവണ വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പ് യോഗം തവിഞ്ഞാൽ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈമ മുരളീധരൻ അധ്യക്ഷയായിരുന്നു.
അമ്പലവയൽ ചീങ്ങവല്ലം ഗവൺമെന്റ് AUP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പും ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത വാസു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. P. വാസു, AP മണി, ജാൻസി ജോസ് എന്നിവർ ആശംസകൾ നേർന്നു. യാത്രയയപ്പ് സമ്മേളനം അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു. സുജിത വാസു അധ്യക്ഷയായിരുന്നു. ജേക്കബ് ബത്തേരി മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ വാസു മാസ്റ്റർക്ക് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. പക്ഷേ ഈ കലാലയത്തിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കലാലയം എനിക്കൊന്ന് കാണണം. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടൊക്കെ തെറ്റി. ഞാൻ ഉദ്ദേശിച്ച ഒരു പള്ളിക്കൂടമല്ല, ഭൗതിക സാഹചര്യമല്ല, ഒരു ഡയറക്ഷനേ അല്ല. സന്തോഷമായി 61 വർഷമായി വിദ്യാലയം, ഒത്തിരി സന്തോഷമായി. ഭൗതിക സാഹചര്യങ്ങൾ, ഒരു LP സ്കൂൾ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം തന്നെയുണ്ട്. കുട്ടികളുടെ അഭിനയ മികവിന് പ്രോത്സാഹനം നൽകി ഉദയഗിരി ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മിച്ച ഹ്രസ്വചിത്രം കല്ലു പെൻസിൽ പ്രദർശനോദ്ഘാടനം ഈ മാസം 30-ന് സ്കൂളിലെ എഴുത്തുകാരൻ OK ജോണി നിർവഹിക്കും. മൂല്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശമാണ് ചിത്രം. സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അണിനിരത്തുന്ന ചിത്രത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പരിസരവാസികളുമാണ് അഭിനേതാക്കൾ. ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അമൽ ബേബിയാണ്. സ്കൂളിലെ തന്നെ അധ്യാപികയായ അൻസി BCയുടേതാണ് തിരക്കഥ. സ്കൂളിലെ രക്ഷിതാവായ അനീഷ് നിയോ ക്യാമറയും അർജുൻ എഡിറ്റിംഗ് നിർവഹിച്ചു. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് ബിജു നരിപ്പാറ, ചന്ദ്രബാബു, ഹെഡ്മിസ്റ്റർ സവിതമ്മ മാത്യു, അൻസി VD, അമൽ ബേബി എന്നിവർ പങ്കെടുത്തു. മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ ചിത്രം. ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും പരിസരവാസികളും അഭിനേതാക്കളാകുന്ന ഒരു ചിത്രമാണ് കല്ലു പെൻസിൽ. മാർച്ച് 30-ന് വൈകുന്നേരം ഉദയഗിരി ഗവൺമെന്റ് LP സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച്. വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. യതീംഖാനയിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പെൺകുട്ടികൾ പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ നടപടി തുടങ്ങി. വയനാട്ടിലെ പീഡനക്കേസുകളിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുമ്മനം രാജശേഖരൻ. യതീംഖാനയിൽ താമസിച്ചു പഠിച്ച കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത എന്നാരോപിച്ച് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ വൻ വർധന. 8 വർഷത്തിനിടെ 143% വർധനയെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. പുൽപ്പള്ളി പാളക്കൊല്ലിയിൽ 11 വയസ്സുകാരന് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചതായി DMO. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നത്തിൽ കൽപ്പറ്റ MLA വസ്തുതകൾ മറച്ചുവെക്കുന്നതായി സമരസഹായ സമിതി. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി നിർവഹണ ഏജൻസി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.